ഹലോ ഫ്രണ്ട്സ്, AJ വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഡിഫൈഡ് ടൂൾസ് ആയ ഫില്ലറ്റും ചാംഫറാണ് ഡിസ്കസ് ചെയ്യണത്. നമ്മൾ ഓൾറെഡി റെക്റ്റാങ്കിളിന്റെ ഉള്ളിൽ ഫില്ലറ്റ് ചാംഫർ എന്നുള്ള മോഡിഫൈ പഠിച്ചിരുന്നു. അതല്ലാതെ സെപ്പറേറ്റ് ഓരോ പോർഷനിൽ എങ്ങനെയാണ് ഫില്ലറ്റ് ചെയ്യുന്നത് ചാംഫർ ചെയ്യുന്നത് എന്നുള്ളതിനാണ് നമ്മൾ മോഡിഫൈഡ് ടൂൾസിൽ ഫില്ലറ്റ് ആൻഡ് ചാംഫർ എന്നുള്ളത് യൂസ് ചെയ്യണത്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഫില്ലറ്റ്. ഫില്ലറ്റിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് എഫ് ആണ്, എഫ് എന്റർ. അതല്ലെങ്കിൽ മോഡിഫൈഡ് ടൂൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഫില്ലറ്റ് ഇതിൽ നമുക്ക് ഓൾറെഡി ഫില്ലറ്റ് നോക്കുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് അതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. റൗണ്ട്സ് ആൻഡ് ഫില്ലറ്റ് ദി എഡ്ജസ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഫില്ലറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേമാതിരി കോർണേഴ്സ് ഉണ്ടെങ്കിൽ ഈ കോർണേഴ്സ് നമുക്കിങ്ങനെ കർവ് ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫില്ലറ്റ് എന്ന് പറയുന്നത്. അത് എത്ര കോർണേഴ്സ് ഉണ്ടോ കോർണേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേമാതിരി കർവ് ഷേപ്പിലാക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് എന്നുള്ളതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കോർണേഴ്സ് ഇങ്ങനെ കറക്റ്റ് ജോയിൻ ആക്കി നിർത്തണമെങ്കിൽ, സപ്പോസ് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ലൈൻ നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. കോമൺലി ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആർക്ക് ഷേപ്പ് അല്ലെങ്കിൽ കർവ് ഷേപ്പ് ആക്കിയിരിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യണത്. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യണം. അത് ഒന്നല്ലെങ്കിൽ കറക്റ്റ് ആർക്ക് ഷേപ്പിൽ ജോയിൻ ചെയ്യണം, അതല്ലെങ്കിൽ ഇങ്ങനെ എഡ്ജസ് ആയിട്ട് തന്നെ നമുക്ക് ജോയിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫില്ലറ്റ് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഫില്ലറ്റിൽ തന്നെ ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷനിൽ എഫ് എന്റർ എന്ന് ഷോർട്ട് കീ കൊടുത്തു. അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അൺഡു, പോളിലൈൻ, റേഡിയസ്, ട്രിം, മൾട്ടിപ്പിൾ എന്നുള്ളത്. അതിൽ നമ്മൾ റേഡിയസ് എന്നുള്ളതാണ് ഫസ്റ്റ് എടുക്കുന്നത്. റേഡിയസ് എന്നുള്ളതിന് ഇവിടെ വന്ന് റേഡിയസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. റേഡിയസിലെ ഫില്ലറ്റ് റേഡിയസ് ഞാൻ എന്ത് ചെയ്യണത്, ഒരു 1 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റർ ചെയ്തു. അപ്പൊ അവരെന്താ ചോദിക്കുന്നത്, സെലക്ട് ഫസ്റ്റ് ഒബ്ജക്റ്റ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്താണോ, ഫസ്റ്റ് ലൈൻ ഏതാണോ ആ ലൈൻ സെലക്ട് ചെയ്തു. ദെൻ അടുത്ത എന്താണ് ചോദിക്കുന്നത്, സെക്കൻഡ് ഒബ്ജക്റ്റ് ആണ്. ഓർ ഷിഫ്റ്റ് സെലക്ട് ദി അപ്ലൈ കോർണർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, അടുത്ത ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അടുത്ത ലൈൻ എന്ത് ചെയ്യണം, ഈ ഒരു ലൈനിനെ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഓൾറെഡി എന്ത് ചെയ്തു, നമുക്ക് അവിടെ ഒരു കർവ് ഷേപ്പ് വന്നു. ഈ കർവിന്റെ റേഡിയസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് കൊടുത്തത്, ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷനിൽ റേഡിയസില് 1 എന്ന് പറഞ്ഞു കൊടുത്തത്. സ്വാഭാവികമായിട്ടും ഈ കോർണേഴ്സിലുള്ള ഈ ലൈനുകൾ അവിടുന്ന് പോയിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഒരു കർവ് ഷേപ്പിലേക്ക് വന്നു. നേരെ തിരിച്ച് നമുക്കത് എന്ത് ചെയ്യണം, ഷാർപ്പൻഡ് ആയിട്ട് തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷനിൽ റേഡിയസ് 0 ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ സെലക്ട് ചെയ്തു, സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്തു. അവിടെ നമുക്ക് എന്ത് ചെയ്തു, കോർണർ ഷേപ്പ് ആയിട്ട് വന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇതേമാതിരി ഒരു ലൈൻ ഉണ്ട്, ഇവിടെ വീണ്ടും ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് തമ്മിലാണ് ജോയിൻ ചെയ്യേണ്ടത്. ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷനിൽ റേഡിയസ് 0 ആണ് കൊടുത്തേക്കുന്നത്. സോ ഞാൻ രണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട കറക്റ്റ് എഡ്ജ് ആയിട്ട് ഇത് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ഈ ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, വീണ്ടും റേഡിയസ് എന്നുള്ള ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷനിൽ വന്നു. റേഡിയസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് റേഡിയസ് ഞാൻ 1 തന്നെ കൊടുക്കുകയാണ്. അതാണ് ഞാൻ ഫസ്റ്റ് പോയിന്റ് കൊടുത്തു, സെക്കൻഡ് പോയിന്റ് കൊടുത്തു. അടുത്ത എനിക്ക് ഇവിടെ വേണം. അപ്പൊ അവിടെ റേഡിയസ് എനിക്ക് വേറെയാണ് വേണ്ടത്. ഞാൻ 2 കൊടുത്തു, എൻ്റർ ചെയ്തു. ഫസ്റ്റ് പോയിന്റ് ഇത് കൊടുത്തു, സെക്കൻഡ് ഇത് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ഈ രണ്ട് എഡ്ജസുകൾ ഇങ്ങനെ വന്നു. ഇതിന് ആണ് റേഡിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റേഡിയസ് ചേഞ്ച് ചെയ്ത് വരുന്ന അനുസരിച്ച് ആ കർവിന്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും. അടുത്തതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആണ്. ഇവിടെ നമ്മൾ ചെയ്തപ്പോ ഓരോ തവണയും റേഡിയസ് എടുത്താണ് ചെയ്തത്. ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു, റേഡിയസ് എടുത്തു, 2 എടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്, വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇനി എടുക്കണമെങ്കിൽ വീണ്ടും ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇങ്ങനെ ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം മൾട്ടിപ്പിൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം. മൾട്ടിപ്പിൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ ഇവിടെ ഇങ്ങനെ ചെയ്താൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇവിടെ ചെയ്തു, ഇവിടെ ചെയ്തു. പക്ഷെ എന്താ കാര്യം, സെയിം റേഡിയസിനാണ്. അപ്പൊ റേഡിയസ് ഞാൻ വീണ്ടും 1 ആയി കൊടുത്തു. വീണ്ടും ചെയ്യാം. കണ്ട, അപ്പൊ എനിക്ക് ഒന്നിൽ കൂടുതൽ തവണ
നമുക്ക് എന്ത് ചെയ്യണം, ഇതേമാതിരി ഫില്ലറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന സബ് ഓപ്ഷൻസ് ആണ് ഫില്ലറ്റിലെ മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ. മൾട്ടിപ്പിൾ എന്നുള്ളത് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഒന്നിൽ കൂടുതൽ പോർഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ആ കമാൻഡ് റീപ്ലേസ് ചെയ്ത് എടുക്കേണ്ടി വരും. വീണ്ടും വീണ്ടും ആ കമാൻഡ് എടുക്കേണ്ടി വരും. ഫില്ലറ്റ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കമാൻഡ് എടുക്കണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ ഈ മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. അടുത്തത് പറയുന്നത് അതിനുള്ളിൽ വേണ്ടത് ഫില്ലറ്റിന്റെ ഉള്ളിൽ തന്നെ വേണ്ടാണ് ട്രിം എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ ഫില്ലറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഞാൻ ഫില്ലറ്റ് ചെയ്യാണ്, കർവ് ഷേപ്പ് വരുന്നുണ്ട് അല്ലെ. വീണ്ടും കൊടുത്തു, റേഡിയസ് ഒരു 2 കൊടുത്തു, എൻ്റർ ചെയ്തു. ദേ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, വലിയൊരു കർവായി അല്ലെ. പക്ഷെ ഫില്ലറ്റ് ചെയ്യുമ്പോൾ ഈ ഷാർപ്പ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ എഡ്ജ് പോയിന്റുകൾ അവിടെ നിന്ന് ട്രിം ആയി പോയിട്ടാണ് അല്ലെങ്കിൽ കട്ടായി പോയിട്ടാണ് ആർക്ക് ഷേപ്പിലേക്ക് വരുന്നത്. അങ്ങനെ ചിലപ്പോൾ വരില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ട്രിം എന്നുള്ള ഓപ്ഷനിൽ നോ ട്രിം എന്നാണ് സെലക്ട് ചെയ്ത് കിടക്കുന്നത്. ഇപ്പൊ ഓൾറെഡി ആക്റ്റീവായി കിടക്കുന്നത് ട്രിം എന്നുള്ളതാണ്. ട്രിം എന്നുള്ളത് ആക്റ്റീവായി കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്താവണത്, ഈ ഒരു കോർണർ കട്ട് ചെയ്ത് പോയിട്ട് ആർക്ക് ഷേപ്പിലേക്ക് ആവണത്. നോ ട്രിം ആണെന്ന് വിചാരിക്കുക. നോ ട്രിം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഈ ലൈൻ സെലക്ട് ചെയ്തു, ഈ ലൈൻ സെലക്ട് ചെയ്തു. നോക്കിയേ, ആ ലൈൻ, ആ ഷാർപ്പ് കോർണർ അങ്ങനെ തന്നെ നിന്നിട്ട് അവിടെ എന്ത് വന്നു, ഒരു ഫില്ലറ്റ് വന്നു, അല്ലെങ്കിൽ ഒരു ആർക്ക് ഷേപ്പ് അവിടെ വന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ട്രിം എന്നുള്ളതിൽ നോ ട്രിം എന്നുള്ളത് ആക്റ്റീവായി കൊടുക്കണ്ടാവും. ട്രിം എന്നുള്ളതാണ് ആക്റ്റീവായി കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായി, ആ കോർണേഴ്സ് കട്ടായി പോയത്. ഓക്കെ, ട്രിം എന്നുള്ളതില് ഫില്ലറ്റ് എന്നുള്ളതില് ട്രിം ഉണ്ട്, അതില് നോ ട്രിം ആണ് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, എഡ്ജസ് കട്ടായി പോവില്ല. പക്ഷെ എന്ത് ചെയ്യും, ഫില്ലറ്റ് ആയി വരും. ട്രിം എന്നുള്ളതാണ് ഓൺ ആയി കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കോർണേഴ്സ് ഇതേപോലെ കട്ട് ചെയ്യും. അടുത്ത ഓപ്ഷനാണ് ഫില്ലറ്റില് പോളി ലൈൻ എന്ന് പറയുന്നത്. പോളി ലൈനിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ, പോളി ലൈൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ലൈൻ ആണ്. നമ്മൾ റെക്ടാങ്കിൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കണ്ടിന്യൂസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സെലക്ഷൻ, നമ്മൾ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ലൈനെ സെലക്ട് ചെയ്തിട്ട് എല്ലാം കൂടെ സെലക്ട് ആവും, അല്ലെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ ലൈനും സെലക്ട് ആവും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനാണ് പോളി ലൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ലൈൻസിനെ നമുക്ക് പോളി ലൈൻ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, സാധാരണ ലൈൻസിനെ എല്ലാം കൂടി സെലക്ട് ചെയ്ത് ജോയിൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജോയിന്റെ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്, ഇതിന് മുമ്പ് പറഞ്ഞ ക്ലാസ് ആണ്. അപ്പൊ ഇതെന്തായി, ഇപ്പൊ പോളി ലൈൻ ആയി. പക്ഷെ നേരത്തെ എന്തായിരുന്നു, അത് സിംഗിൾ ലൈൻ ആണ്, പോളി ലൈൻ അല്ല. അപ്പോ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ലൈൻസിനെ എങ്ങനെ ഫില്ലറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എല്ലാ കോർണേഴ്സിനും നമുക്ക് കർവ് ഷേപ്പ് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി ഫില്ലറ്റ് എന്നുള്ളതിന് എഫ് എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു, നമ്മളെ പോളി ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിലവർ ചോദിക്കുന്നത് റേഡിയസ് ആണ്. റേഡിയസ് നമുക്ക് എത്രയാണ് വേണ്ടത് അത് കൊടുക്കാം. ഞാൻ റേഡിയസ് 1 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. ഞാൻ ഈ ലൈനിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേനും നോക്കിയേ, അത് പോളി ലൈൻ ആയതുകൊണ്ടാണ് എല്ലാ കോർണേഴ്സും ആ ഷേപ്പിലേക്ക് മാറി. കണ്ട, എല്ലാ ഷേപ്പിലേക്ക് മാറി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അതിലേക്ക് മാറും. ഇനി അവിടെ കോർണർ അങ്ങനെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ട്രിമ്മിൽ നോ ട്രിം കൊടുത്താൽ മതി. തൊട്ട് മുമ്പ് പറഞ്ഞ ഓപ്ഷൻ ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോളി ലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ റേഡിയസ് എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേ യൂണിഫോമിലി അല്ലെങ്കിൽ എല്ലായിടത്തും ഒരേ റേഡിയസിലുള്ള ഫില്ലറ്റിങ് നടക്കും, അല്ലെങ്കിൽ അവിടെ റേഡിയസിലുള്ള കർവ് വരും. ഇതാണ് പോളി ലൈൻ എന്ന് പറയുന്നത്, ഫില്ലറ്റില് പോളി ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഫില്ലറ്റിന്റെ ഉള്ളിൽ പറഞ്ഞ ഓപ്ഷൻസ് ആണ് റേഡിയസ്, മൾട്ടിപ്പിൾ, ട്രിം, ദെൻ പോളി ലൈൻ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ചാംഫർ ആണ്. ഫില്ലറ്റ് പറഞ്ഞതുപോലെ തന്നെയാണ് ചാംഫറിൽ ഒരു പ്രത്യേകത എന്താ, ഫില്ലറ്റ് നമുക്ക് കർവായിട്ടാണ് വന്നത് അല്ലെ. ഇവിടെ എന്താണ്, കോർണേഴ്സിനെ ടാപ്പ് ചെയ്തെടുക്കുന്നതിനാണ് ചാംഫർ എന്ന് പറയുന്നത്. കോർണേഴ്സിനെ നമ്മൾ എന്തെങ്കിലും ടാപ്പ് ചെയ്തെടുക്കുക, ചരിച്ചെടുക്കുക, ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് ചാംഫർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോർണേഴ്സിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോർണേഴ്സ് നമുക്ക് ഇതേപോലെ ആക്കി എടുക്കണം, അത് നമുക്ക് എന്ത് ചെയ്യാം, ചാംഫർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇതേമാതിരിക്കും കോർണർ ഉണ്ടാവുക, അത് നമുക്ക് എന്ത് ചെയ്യും, ഇതേപോലെ ചരിച്ച് നമുക്ക് ആക്കിയെടുക്കും. അതിൽ തന്നെ വേണ്ട സബ് ഓപ്ഷൻസ് ഉണ്ട്. ചാംഫറിന്റെ ഷോർട്ട് കീ CHA, അതല്ലെങ്കിൽ ഇവിടെ ചാംഫർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും.
സോ ഞാൻ ഷോർട്ട് കീ ആയ CHA എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. അവർ ചോദിക്കുന്നത് സെലക്ട് ഫസ്റ്റ് ലൈൻസ് ഓർ ഇത്രയും ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് മെത്തേഡ്സ് എന്നുള്ളതിൽ ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾ. അതാണ് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് കാണിക്കുന്നത്, അതേപോലെ ആംഗിൾ കാണിക്കുന്നത്, പിന്നെ മെത്തേഡ് കാണിക്കുന്നത്. ഈ മെത്തേഡിന്റെ ഉള്ളിൽ വന്നാലും സെയിം തന്നെ കാണിക്കുന്നത് ഡിസ്റ്റൻസ് ഓർ ആംഗിൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് പറയാൻ പോണത് ചാംഫർ എന്നുള്ളതിൽ ഡിസ്റ്റൻസ് ആണ്. ചാംഫറിന്റെ ഉള്ളിൽ ഞാൻ ഡിസ്റ്റൻസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഡിസ്റ്റൻസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്തു, ഒരു 0.5 കൊടുത്തു. സെക്കൻഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ് കൊടുക്കണം. സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ് എത്രയാണ്, 1 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ലൈൻ എവിടെയാണ് വേണ്ടത്, ഫസ്റ്റ് ലൈൻ ഞാൻ ഈ ലൈനാണ് ഫസ്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യണത്. അടുത്തത് ഇതാണ് സെക്കൻഡ് ആയിട്ട് ക്ലിക്ക് ചെയ്യണത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡിസ്റ്റൻസ് 0.5 കൊടുത്തത്. സോ ഇത് ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ്, ഇത് സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ്. അപ്പൊ നമ്മള് ആദ്യം കൊടുത്തത് ഏത് വാല്യൂ ആണ്, ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് ആയിട്ട് ഏത് വാല്യൂ ആണ് കൊടുത്തത്, അത് കട്ട് ചെയ്ത് പോണത് ഏത് കോർണറിൽ നിന്നായിരിക്കും, ആദ്യം ഏത് ലൈനാണോ സെലക്ട് ചെയ്യുന്നത് അത്. ഒന്നുകൂടി പറയാം, CHA എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തതിനു ശേഷം ഡിസ്റ്റൻസിൽ ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് ഞാൻ 1 എന്ന് കൊടുത്തു, സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ് ഞാൻ 2 എന്ന് കൊടുത്തു. ഫസ്റ്റ് ഞാൻ ഏതാണോ ക്ലിക്ക് ചെയ്യണത്, ഈ ലൈനാണ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലൈനിൽ നിന്നാണ് 1 മാറുക. രണ്ടാമത് ഏത് ലൈനിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അവിടെയാണ് 2 മാറുന്നത്. ജസ്റ്റ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ് 2ഉം ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് എന്നുള്ളത് 1ഉം. ഇതാണ് ഡിസ്റ്റൻസിന്റെ പ്രത്യേകത. അതല്ല, അടുത്ത മെത്തേഡ് ഉണ്ട് ആംഗിൾ. എന്ന് വെച്ചാല് നമുക്ക് ചാംഫർ ചെയ്യേണ്ട പോർഷന്റെ ഒരു ഡിസ്റ്റൻസും അറിയാം, അതേപോലെ ആംഗിളും അറിയാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് എന്താണോ അവിടെ നിന്ന് മാറിയിട്ട് എത്ര ഡിഗ്രിയിലാണ് അത് എന്ത് ചെയ്യേണ്ടത്, ചരിഞ്ഞു വരേണ്ടത്, ടാപ്പ് ചെയ്ത് വരേണ്ടത്, ആ ഡിഗ്രി അല്ലെങ്കിൽ ആ ആംഗിൾ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ചാംഫർ എന്നുള്ളതിന് CHA എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ ആംഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് ലൈൻ എന്നാ ചോദിക്കുന്നത്, എത്ര ഡിസ്റ്റൻസ് ആണ് വേണ്ടത് ചോദിക്കുന്നത്. ഡിസ്റ്റൻസ് ഞാനൊരു 2 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. ചാംഫർ ആംഗിൾ വെച്ചിട്ടുണ്ട്, ആംഗിൾ ഞാനൊരു 45 അല്ലെങ്കിൽ വേണ്ട 80 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. ദെൻ ഫസ്റ്റ് ഞാൻ ലൈൻ സെലക്ട് ചെയ്യേണ്ടത് ഇതാണ്, സെക്കൻഡ് ഇതാണ്. അവിടെ എന്താ പോസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവാലിഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. കാരണം എന്താ, അത്രയും അവിടെ പോകാനുള്ള അല്ലെങ്കിൽ അവിടെ ചാംഫർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ഇല്ല എന്നാണ്. സോ വീണ്ടും ഞാൻ CHA എന്ന് കൊടുത്ത് എൻ്റർ ചെയ്തതിനു ശേഷം ആംഗിൾ ക്ലിക്ക് ചെയ്തു. ലെങ്ത് ഓൺ ദി ഫസ്റ്റ് ലൈൻ 1 എന്ന് കൊടുത്തു. ആംഗിൾ ഞാനൊരു 30 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. ഫസ്റ്റ് ലൈൻ ഞാൻ സെലക്ട് ചെയ്തു, സെക്കൻഡ് ലൈൻ സെലക്ട് ചെയ്തു. ഇപ്പൊ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആംഗിൾ എന്ന് പറയുന്നത് 30 ആയിരിക്കും, കാരണം നമ്മൾ 30 ആണ് കൊടുത്തത്. മനസ്സിലായ? CHA എന്നുള്ളതില് ചാംഫർ എന്ന് കൊടുത്തു, ഷോർട്ട് കീ എടുത്തു, അതിൽ നമ്മൾ ആംഗിൾ എന്നുള്ളത് സെലക്ട് ചെയ്തു, ഫസ്റ്റ് ലൈൻ ഡിസ്റ്റൻസ് കൊടുത്തു, ദെൻ എത്രയാണ് ആംഗിൾ വേണ്ടത് അത് കൊടുത്തു, ഫസ്റ്റ് ലൈൻ ഞാൻ ഇത് സെലക്ട് ചെയ്തു, സെക്കൻഡ് ഇത് കൊടുത്തു. അപ്പൊ ആ ലൈനിൽ നിന്ന് ഫസ്റ്റ് ഡിസ്റ്റൻസ് മാറി അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്ര ഡിഗ്രി ആണെന്നുള്ളതാണ് കൊടുത്തത്. അപ്പൊ ആദ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന ലൈനിൽ നിന്നാണ് ഈ പറഞ്ഞ ഡിസ്റ്റൻസും ആംഗിളും വരുന്നത്. അടുത്ത വേണ്ടതാണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ നമ്മൾ യൂസ് ചെയ്യണത് ചാംഫറിനുള്ളിൽ തന്നെയാണ്, CHA. അടുത്ത പറയുന്നതാണ് മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ. ചാംഫറിൽ നമുക്ക് മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഫില്ലറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഓരോ തവണയും നമ്മൾ ഈ കോർണേഴ്സ് ചെയ്യണമായിരുന്നു, ഓരോ തവണയും ചാംഫർ എന്നുള്ള കമാൻഡ് എടുത്തിട്ട്. ഇവിടെ എന്ത് ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട. അതിന് പകരം മൾട്ടിപ്പിൾ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് എല്ലാ കോർണേഴ്സും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നേരത്തെ മൾട്ടിപ്പിൾ എന്നുള്ളത് ആക്ടിവേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ തവണയും ചാംഫർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതേപോലെ ചെയ്ത് കൊടുക്കാൻ.
അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ കോർണേഴ്സ് നമുക്ക് ഇങ്ങനെ ഇതേപോലെ ചാംഫർ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ. അടുത്ത ഓപ്ഷനാണ് ട്രിം. ട്രിമ്മില് ട്രിം എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ചാംഫറിൽ ട്രിം എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നോ ട്രിം ആണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഈ കോർണേഴ്സ് കട്ട് ചെയ്ത് പോവില്ല. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കോർണേഴ്സ് ഉണ്ടാവും അല്ലെ. ട്രിമ്മില് ട്രിം എന്നുള്ളത് ആക്റ്റീവ് ചെയ്ത് കിടന്നാൽ, എന്ന് വെച്ചാൽ ചാംഫറിൽ ട്രിം എന്നുള്ളത് ട്രിം ആക്റ്റീവ് ചെയ്ത് കിടന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യുള്ളൂ, കോർണേഴ്സ് കട്ട് ചെയ്ത് പോവുള്ളൂ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതേമാതിരി വരും. അപ്പൊ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിമ്മില് ട്രിം എന്നുള്ളത് ആക്റ്റീവ് ചെയ്ത് കിടക്കുന്നത്. മേ ബി എപ്പോഴും ട്രിം ആക്റ്റീവ് ആയി കിടക്കുന്നുണ്ടാവും, ഞാനില്ല. ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കോർണർ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതേപോലെ കോർണർ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രിമ്മില് ട്രിം എന്നുള്ളത് ആക്ടിവേറ്റ് ചെയ്തിടണം. നെക്സ്റ്റ് ആണ് പോളിലൈൻ. പോളിലൈൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലൈൻ, അല്ലെങ്കിൽ ഒരു ലൈൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാം സെലക്ട് ആവുന്നുണ്ട്. ഇതേപോലത്തെ ലൈൻസിന് ഒറ്റയടിക്ക് എല്ലാ കോർണേഴ്സും ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ചാംഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചാംഫറിന്റെ ഉള്ളിൽ ഒരു ഓപ്ഷൻ ആണ് പോളിലൈൻ എന്ന് പറയുന്നത്. സെലക്ട് ചെയ്യുക, ഇതിൽ ഏത് മെത്തേഡാണ് വേണ്ടത്, മെത്തേഡ്സ് ഞാൻ പറഞ്ഞിരുന്നു, ആ മെത്തേഡ് ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്താൽ മതി. അല്ല, എല്ലാ കോർണേഴ്സും നമ്മൾ അപ്ലൈ. ഞാൻ ഇത് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്തു, കണ്ട ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോളി ലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോർണേഴ്സും ഉണ്ട്. ഇതാണ് ചാംഫറിൽ പോളി ലൈൻ. അപ്പൊ നിങ്ങൾക്ക് മോഡിഫൈ ടൂൾസ് ആയ ഫില്ലറ്റ്, ചാംഫർ ആണെന്ന് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.